യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയും കാറ്റുമുള്ള ദിവസങ്ങളിൽ മരക്കൊമ്പ് വീണോ മറ്റോ വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുണ്ട്. പുറത്തിറങ്ങുമ്പോൾ വലിയ ജാഗ്രത വേണം. ഇനി നാളെ മുതൽ നമ്മൾ പേടിക്കണ്ട. ഇവിടെ പുറത്തൂർ സ്റ്റേഷന്റെ പരിധിയിൽ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. കൺസ്യൂമർ പുറത്തൂർ സെക്ഷന്റെ പരിധിയിലുള്ള കുട്ടികൾ, പുറത്തൂർ കറണ്ട് ബില്ല് അടയ്ക്കുന്ന വീട്ടിലുള്ള കുട്ടികൾ ആരൊക്കെ ഉണ്ട്? പുറത്തൂർ സെക്ഷൻ ആലത്തൂർ ഓഫീസിലാക്കുന്നുണ്ടോ? പോട്ടെ. അപ്പൊ നമ്മുടെ കമ്പി പൊട്ടി വിടും. പിന്നെ രക്ഷകർത്താക്കളോട് പറയാൻ നമുക്ക് പേടിയാണ്. നാളെ മുതൽ നമ്മൾ തന്നെ പറയും, എന്തുവാ കമ്പി പൊട്ടി വീണാൽ നമ്മൾ ആദ്യം എവിടെ അറിയിക്കണം? രക്ഷിതാക്കളെ അറിയിക്കുന്നതിന് മുമ്പ് വേറെ സ്ഥലത്ത് അറിയിക്കണം എന്ന് പറഞ്ഞു. ഉറക്കെ പറയൂ. KCB ഓഫീസിൽ അറിയിക്കണം. നമ്മുടെ സ്വന്തം KCB ഓഫീസിലേക്ക് അറിയിക്കണം. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, പുറത്തൂർ സെഷൻ ഓഫീസിൽ അതിന്റെ പരിധിയിൽപ്പെട്ട ആ പിള്ളേരുണ്ടോ, കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചത്. മനോഹര തീരത്തു തരുമോ പിടിയൊരു ജന്മം കൂടി, എനിക്കൊരു ജന്മം കൂടി. ഇപ്പോഴത്തെ കേൾക്ക, അതായത് ജീവിതത്തിൽ അകാലത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മനോഭാവമാണ് കവിയുടെ പാടില്ല. ജീവിച്ച് പൊതുവിൽ ഇഷ്ടം പോലെ കാഴ്ചകൾ ഇനിയും ലോകത്ത് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പാട്ടുകൾ ശ്രദ്ധിക്കുമോ? നമ്മൾ ശ്രദ്ധിക്കുന്ന പാട്ടേതാ? റീൽസ് ഒന്നും നമ്മൾ പാടുന്നില്ലേ? കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഒരു കച്ച വാങ്ങാൻ പോയി, അല്ലെ? കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഒരു കച്ച വാങ്ങാൻ പോയി, കൊച്ചിയിലെ പച്ചയിൽ തോണി മുങ്ങിപ്പോയി. കണ്ടിരുന്ന ചെമ്പരന്ന് റാഞ്ചിക്കൊണ്ട് പോയി, തെക്ക് കൈമടലിൽ കൊണ്ടുചെന്നു വെച്ചു. അപ്പൊ നമ്മുടെ ജീവിതം പള്ളിക്ക് പാത്രം പോലെ, ഒപ്പിച്ചിന് പോലെ. നമ്മുടെ ജീവിതം ഒപ്പിച്ചിന് പോലെ. നമുക്ക് അപകടം പറ്റിയാൽ നമുക്ക് തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ ഗ്ലാസ് പൊട്ടി, ജനലിന്റെ ഗ്ലാസ് പൊട്ടി, വീട്ടിലെ കുപ്പികൾ എന്തെങ്കിലും പൊട്ടി, ഗ്ലാസ് കുടിക്കാതെ വീട്ടിലെ ഗ്ലാസ് പൊട്ടി. ഈ ചില്ലുകളെല്ലാം നമ്മൾ വാരി എവിടെ കൊണ്ടിടും? ഞാൻ കണ്ടിരിക്കുന്നത് ട്രാൻസ്ഫോർമറിൽ ഇരിക്കുന്നത് താഴെ കൊണ്ടിടും. നിങ്ങൾ എന്തില്ലായിരിക്കും? നമ്മുടെ മുതിർന്നവർ പലരും അത് കിട്ടാത്തായിക്കൊണ്ടത് നമ്മുടെ ട്രാൻസ്ഫോർമറിൽ ഇരിക്കുന്നത് താഴെ കൊണ്ട് ഈ ചില്ല് കുപ്പികളെല്ലാം കൊണ്ട് അവിടെ ഇടും. നമ്മുടെ ഏത് പതിനാത്രയും വൈദ്യുതി നിലച്ചു പോയാൽ, നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഏത് പതിനാത്രയ്ക്ക് നിലച്ചു പോയാലും ആ പതിനാത്രയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എതിർക്കും വൈദ്യുതി ഒഴുകി എത്തണമെങ്കിൽ അവിടുത്തെ ആ ഓഫീസിലെ ലൈൻമാന്മാരും ഓവർസർമാരും സബ്മിറ്റർമാരും ഏതൊക്കെ ഉറക്കമിളച്ച് കാത്തിരുന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തുന്നത്. അങ്ങനെയുള്ള വൈദ്യുതി എത്തിക്കാൻ വേണ്ടി ഒരു ട്രാൻസ്ഫോർമറിന്റെ ഫീസ് കിട്ടാൻ വേണ്ടി, അല്ല ഫീസ് കിട്ടാൻ വേണ്ടി പാതിരാത്രിയിൽ ലൈൻമാൻ ആ ട്രാൻസ്ഫോർമറിന്റെ താഴേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം ഒപ്പിച്ചിട്ട് തറച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി കിട്ടുമോ? അപ്പൊ അത് നമ്മൾ ഇവിടെ വെച്ച് പറയുന്നു, മേലിൽ നമ്മൾ ട്രാൻസ്ഫോർമർ താഴെ ചപ്പ് ചവറുകൾ ഒപ്പിച്ചിട്ട് ഇടത്തില്ല. ഇടുവോ?
പൊട്ടി വീണ കമ്പികളിൽ തൊട്ടു നോക്കുകയില്ല. ഇല്ല 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 ഞാൻ എടുക്കുകയില്ല. പൊട്ടി വീണ കമ്പികളിൽ തൊട്ടു നോക്കുകയില്ല. ഇല്ല ഞാൻ എടുക്കുകയില്ല. പൊട്ടി വീണ കമ്പികളിൽ തൊട്ടു നോക്കുകയില്ല. പൊട്ടി വീണ കമ്പിയിൽ പൊട്ടി വീണ കമ്പിയിൽ വൈദ്യുതി കടന്നിടും. വൈദ്യുതി കടന്നിടും. പൊട്ടി വീണ കമ്പിയിൽ വൈദ്യുതി കടന്നിടും. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുകില്ല കൂട്ടരെ. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുകില്ല കൂട്ടരെ. കവിത ഞാൻ പിന്നെ വരാം. നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഇല്ല ഇല്ല ഞാൻ തൊടില്ല. എന്തിനാണ്? ഇല്ല ഇല്ല ഞാൻ എടുക്കില്ല. എന്തിനാണ്? എന്തെടുക്കില്ല? ഒരിക്കലും പൊട്ടി വീണ കമ്പിയോ അല്ലാത്തൊരു കമ്പിയോ നമ്മുടെ നിലത്ത് കിടക്കുന്നത് കണ്ടാൽ നമ്മൾ മരണം വരെ ആ കമ്പി എടുക്കരുത്. എനിക്ക് ഈ കമ്പി വേണ്ട. ഈ കമ്പി ഞാൻ എടുത്തേക്ക് എനിക്ക് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യത. ഞാൻ ഈ കമ്പി എടുക്കില്ല. എന്നാ എടുത്തില്ല വേണ്ടവയെ ഞാൻ തൊട്ടു നോക്കാം എന്ന് വെച്ച് തൊടാൻ പറ്റും. നോക്കടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്നത് പൊട്ടി വീണ കമ്പിയെ ഞാൻ എടുക്കത്തുമില്ല. ഈ പൊട്ടിയുടെ കമ്പി ഞാൻ തൊടത്തുമില്ല. അപ്പൊ ഒരു വിധം പറഞ്ഞാൽ ആ പൊട്ടിയുടെ കമ്പിയൊക്കെ എടുക്കണേ കുഴപ്പമില്ല. അതിനകത്തൊന്നും കറണ്ട് കാണില്ല. പക്ഷെ കറണ്ടില്ല എന്നുള്ളവരും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അതിനകത്ത് കമ്പിയുടെ ആർക്കും കാണാൻ പറ്റുമോ? പൊട്ടി വീണ കമ്പിയുടെ കാർക്കൊണ്ടോ ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഡിസ്പ്ലേ. ഞാൻ പൊട്ടി വീണ് കിടക്കുന്ന കമ്പിയാണ്. നിങ്ങളുടെ പറമ്പിൽ തന്നെ കിടപ്പുണ്ട്. എന്നെ തൊട്ടാൽ എനിക്ക് കറണ്ട് ഉണ്ടെന്ന് ഡിസ്പ്ലേ ഒന്നുമില്ല. സുരക്ഷാ വാരാചരണം. ഇന്നത്തെ അവബോധം നാളത്തെ പ്രതിരോധം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് തിരുനാവായ ആലത്തിയൂർ സെക്ഷനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന റോഡ് ഷോ